ഇവിടെ തിരഞ്ഞെടുക്കപ്പെടാതെ ഇവിടുന്ന് എന്നെ എടുക്കാൻ അനുവദിക്കാതെ പറഞ്ഞയച്ചപ്പോഴും ഞാനിവിടെ എടുക്കാൻ വേണ്ടി ആഞ്ഞാഞ്ഞ് നിന്നില്ലേ, അതിന്റെ കൂലിയാണ് ഇപ്പൊ കിട്ടിയത്. ആദ്യ പ്രതികരണം ഇപ്പൊ ഒരു 10-15 ആയി. തൃശ്ശൂരിൽ എത്തിക്കൊണ്ടിരിക്കുമ്പോഴും നടത്തി. ഇത് വളരെ വളരെ ഭാരിച്ച ഒരു സ്നേഹ വായ്പാണ് ഈ വിജയം എന്നാണ് അങ്ങനെയാണ് ഞാൻ ഇതിനെ സ്വീകരിക്കുന്നത്. ഇതിൻ്റെ ഭാരം ഇനി ഉത്തരവാദിത്വത്തിൻ്റെ പേരിൽ ഏറിക്കൊണ്ടേയിരിക്കും. ആ ഭാരം ഏറ്റാനും നിർവഹണത്തിലൂടെ ആ ഭാരം എല്ലാവരുടെയും തൃപ്തിയിലേക്ക്, എന്നെ വിശ്വസിച്ച ഒരു സമൂഹത്തിൻ്റെ, വോട്ട് ചെയ്ത സമൂഹം എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തവർ മാത്രമല്ല, അല്ലാത്തവരും അവരുടെ ഇഷ്ടത്തിനാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുമെല്ലാം ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗമാണ്, വോട്ടേഴ്സിൻ്റെ ഭാഗമാണ്. അവരുടെ എല്ലാം തൃപ്തിയിലേക്ക് എൻ്റെ ഉത്തരവാദിത്വം, അത് ഭാരമാണെങ്കിൽ അത് അവരുടെ തൃപ്തിയിലേക്ക് ഇറക്കി വയ്ക്കാൻ സാധിക്കണം. അതിന് ജഗദീശ്വരൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടാവണേ, ഇതിലും വലിയ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് മാത്രമാണ്. ഞാൻ ഈ 5 വർഷം വെറുതെ വൈലവേ ചെയ്ത് കളയാനായിട്ട് എനിക്ക് താല്പര്യമേ ഇല്ല. ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് പോലും ഇവിടുത്തെ ചിന്തകളും ഇവിടത്തേക്ക് വേണ്ടുന്ന മുന്നോട്ടുള്ള കുതിപ്പല്ലെങ്കിൽ പോലും ഒരു 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 മൂമെൻറ്റിനുള്ള എല്ലാ ചിന്താശക്തിയും പ്രവർത്തന ശക്തിയും മികവ് വർഷത്തിനുള്ളിൽ ജനങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി നിർവഹിക്കാൻ സാധിക്കണം. പ്രചാരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് തൃശ്ശൂരിൽ ഒരു കേന്ദ്രമന്ത്രി എന്നായിരുന്നു. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? ഞാൻ അന്നും പറഞ്ഞില്ലേ, ഇതൊക്കെ ജെയ്സണൊക്കെ കേട്ടതല്ലേ, നിങ്ങൾ കേട്ടില്ലേ? എവിടെ അഞ്ജുരാജും നിഖിലും ഒക്കെ എല്ലാരും കേട്ടതല്ലേ എന്താ ഞാൻ പറഞ്ഞത്? ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞതല്ലേ, ഇനിയും ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കണം. എന്റെ ആഗ്രഹം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അത് നടക്കട്ടെ. നിരവധി വലിയ പദ്ധതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മെട്രോ നീട്ടുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് അതിന്റെ എല്ലാം സാധ്യത ഇനി സാങ്കേതികത പരിശോധിച്ച് അതിന്റെ ഫീസിബിലിറ്റി ഇതെല്ലാം പഠിക്കണം. അത് അവർ പഠിക്കും. നമ്മൾ നമ്മുടെ സ്വപ്നം അത് യാഥാർത്ഥ്യമായാൽ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു വളർച്ച, അതുവഴി നമുക്ക് ഒരു FDI വന്നു കഴിഞ്ഞാൽ, അതല്ലാതെ തന്നെ ഇവിടെ ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാംസിനൊക്കെ എങ്ങനെയാണ് ഒരു ബിസിനസ് ഫീസിബിലിറ്റിയിലേക്ക്, ഒരു ഫ്ലറിഷിംഗ് ബിസിനസ് ഫീസിബിലിറ്റിയിലേക്ക് ഒരു ഭയങ്കര ഡിവൈൻ ലോജിസ്റ്റിക്സ് വന്ന് ചേരാൻ പോകുന്നത് എന്ന് പറയുന്ന ടെക്നിക്കൽ സ്റ്റഡി അവർ നടത്തി അത് ഫീസിബിൾ ആണെങ്കിലാണ് അവർ അതിനുവേണ്ടി പിന്നെ നമുക്ക് സമ്മതം തരികയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നു. വീട്ടമ്മമാരുടെ വോട്ടാണ് നമുക്ക് ഗുണമായതെന്ന് പറയുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേക വീട്ടമ്മമാര്, ചെറുപ്പക്കാർ, ആ വീട്ടമ്മമാരുടെ ഇംഗിതമറിഞ്ഞ് അവരുടെ കെട്ടിയമ്മമാര് അല്ലേ, അപ്പന്മാര്, എല്ലാവരും ആണും പെണ്ണും വോട്ടായി മാറിയിട്ടുണ്ടോ? അതൊന്നും ഞാൻ പറയുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട. ഇലക്ഷൻ അത് നമ്മളെപ്പോലുള്ള ഒരാള് 5 പേരുടെ കാര്യം ഏറ്റെടുത്താൽ ഇതിന് സൊല്യൂഷനാണ്. അതുകൊണ്ട് നമ്മൾ സർക്കാരിന് ആശ്വാസം കൊടുക്കുകയൊന്നുമല്ല, ആ സർക്കാരിൻ്റെ നടപടിയെ ജനങ്ങൾ ചോദ്യം ചെയ്തുകൊള്ളും. ഞാനതല്ലേ ചെയ്ത്. തൃശ്ശൂർ സ്ഥിരതാമസമാക്കും 5 വർഷം. സ്ഥിരതാമസം പോലെ തന്നെ ആയിരിക്കും. കാരണം ഞാൻ ഒരിക്കലും എൻ്റെ അപ്പനെന്നേയും കളഞ്ഞിട്ട് ഇറങ്ങത്തില്ല. അത് വേണമെന്നില്ല അല്ല, തൃശ്ശൂർ 5 വർഷം ഉണ്ടാവും. ഞാൻ ഇവിടെ തിരഞ്ഞെടുക്കപ്പെടാതെ ഇവിടുന്ന് എന്നെ എടുക്കാൻ അനുവദിക്കാതെ പറഞ്ഞയച്ചപ്പോഴും ഞാനിവിടെ എടുക്കാൻ വേണ്ടി ആഞ്ഞാഞ്ഞ് നിന്നില്ലേ, അതിൻ്റെ കൂലിയാണ് ഇപ്പോൾ കിട്ടിയത്.